CPM-ന് എല്ലാ കാലത്തും ഉള്ളൊരു പ്രതിസന്ധി അവരുടെ ഈ പ്രധാനപ്പെട്ട നേതാക്കളുടെ മക്കളുണ്ടാക്കുന്ന വിവാദങ്ങളാണ്. ഇപ്പം ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് MV ഗോവിന്ദൻ, CPM-ൻ്റെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ്റെ മകൻ്റെ പേര് തന്നെ ഈ കത്ത് വിവാദത്തിലേക്ക് വന്നിട്ടുണ്ട്. ശ്യാംജിത്ത് ഒരു സിനിമാ സഹസംവിധായകനാണ്. അദ്ദേഹം ഈ കത്ത് വിവാദവുമായി ബന്ധപ്പെട്ടിട്ട് അതിലെ പരാതിക്കാരൻ കൊടുത്ത കത്ത് ചോർത്തിയത് ഈ ശ്യാംജിത്താണ് എന്നുള്ളൊരു ആരോപണം വരുന്നു. അതിൻ്റെ ഭാഗമായിട്ട് CPM-ൻ്റെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പ്രതിരോധത്തിലാകുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ട്. ഇത് മുൻപ് നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ട്. കോടിയേരി സഖാവിൻ്റെ മക്കൾ രണ്ടുപേരും ഇതുപോലെ ഓരോ വിവാദങ്ങളിൽ ചെന്നുപെടുക. ഈ കോടിയേരിക്ക് അസുഖബാധിതനായിട്ട് പലപ്പോഴും ചികിത്സയുടെ ഭാഗമായിട്ട് ആശുപത്രിയിലും മറ്റു ആ ഒരു സമയത്ത് പോലും ബിനീഷ് ജയിലിലാണ്. ബിനീഷിന് അദ്ദേഹത്തെ ശുശ്രൂഷിക്കാൻ പറ്റിയിട്ടില്ല, എനിക്ക് എൻ്റെ അച്ഛൻ്റെ അവസാന കാലങ്ങളിൽ കൂടെ നിൽക്കാൻ സാധിച്ചിട്ടില്ല എന്ന് പറഞ്ഞിട്ട് ബിനീഷ് കഴിഞ്ഞ ദിവസം ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട് ഫിറോസിൻ്റെ വിഷയവുമായി ബന്ധപ്പെട്ടിട്ട്. അതിൻ്റെ ഇടയിൽ വീണയുടെ ഒരു വിഷയം, പിണറായിക്ക് അങ്ങനെ ഒരു വിഷയം, അങ്ങനെ CPM-ൻ്റെ പ്രധാനപ്പെട്ട നേതാക്കളുടെ മക്കളൊക്കെ ഇതുപോലെ വിവാദങ്ങളിൽ പെടുന്നത് എന്തുകൊണ്ടായിരിക്കും? തീർച്ചയായിട്ടും അത് സ്വാഭാവികമായിട്ട് നമ്മൾ ശ്രദ്ധിച്ചാൽ അത്തരത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. പലപ്പോഴും ഈ CPM-ൻ്റെ ഇപ്പോൾ PK ശ്രീമതിയുടെ പോലും അങ്ങനെ എന്തോ ഒരു ആരോപണം വന്നിരുന്നു. അതോടൊപ്പം തന്നെ ഇത്തരത്തിൽ CPM നേതാക്കളുടെ മക്കളുമായി ബന്ധപ്പെട്ടുള്ള ആരോപണങ്ങൾ എപ്പോഴും CPM-ൻ്റെ പ്രതിച്ഛായയ്ക്ക് തന്നെ കളങ്കം വരുത്തിയിട്ടുണ്ട്. ഇപ്പോൾ മാസപ്പടി കേസിൽ മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയനെതിരായ കേസ്, അത് സുരക്ഷ ഒരുക്കുന്നു എന്ന രീതിയിലുള്ള ചില ആരോപണങ്ങൾ രംഗത്ത് വരുന്നുണ്ട്. അപ്പോൾ ബിനോയ് കോടിയേരി മുതൽ ശ്യാംജിത്ത് വരെയുള്ള മക്കൾ പതിവ് തെറ്റിച്ചില്ല എന്ന രീതിയിലാണ് ഇപ്പോൾ എല്ലാവരും അതിനെ വിലയിരുത്തുന്നത്. അപ്പോൾ ഈ മക്കൾ വിവാദം എപ്പോഴും രാഷ്ട്രീയ നേതാക്കൾക്ക് വലിയ തലവേദനയാകാറുണ്ട്. അപ്പോൾ മൂന്നാം പിണറായി സർക്കാർ സ്വപ്നം കാണുന്ന CPM-ന് തലവേദനയാകുന്നത് ഈ മക്കൾ വിവാദങ്ങൾ തന്നെയാണ്. മുഖ്യമന്ത്രി പിണറായി വിജയൻ മുതൽ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ വരെയുള്ള ഉന്നത നേതാക്കളുടെ മക്കൾക്കെതിരെ ഉയർന്നു വന്ന ആരോപണങ്ങൾ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ ഒരുങ്ങുന്ന CPM-ന് വെല്ലുവിളിയാകുന്നു. വിവാദങ്ങളിൽ നിന്ന് കരകയറാനും പാർട്ടി അണികൾക്കിടയിൽ തന്നെ ഉണ്ടാകുന്ന സംശയങ്ങൾ ദൂരീകരിക്കാനും കിണഞ്ഞ് പരിശ്രമിക്കുകയാണ് CPM നേതൃത്വം. ഈ മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരെ ആരോപണം ഉയർന്നപ്പോൾ പാർട്ടി ഒറ്റക്കെട്ടായി പ്രതിരോധിച്ചെങ്കിലും മറ്റുള്ള നേതാക്കളുടെ മക്കൾക്കെതിരെ പരാതികൾ വരുമ്പോൾ അത്തരമൊരു പ്രതിരോധം ഉണ്ടാകുന്നില്ലെന്നും നേതാക്കൾക്കിടയിൽ അഭിപ്രായമുണ്ട്. മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെയും മകൾ വീണ വിജയനും കൊച്ചി മിനറൽസ് ആൻഡ് റൂട്ടെയിൽ ലിമിറ്റഡുമാണ് ഈ സർക്കാരിൻ്റെ ഭരണകാലത്ത് ഏറെ ചർച്ചകൾക്ക് കാരണമായത്. വീണ വിജയൻ കരിമണൽ കമ്പനിയായ CMRL നിന്ന് 1.72 കോടി രൂപ മാസപ്പടി വാങ്ങിയെന്ന ആരോപണം വലിയ കോളിളക്കമാണ് കേരളത്തിൽ സൃഷ്ടിച്ചത്. ഈ കേസിൽ കേന്ദ്ര ഏജൻസിയായ SFIO കുറ്റപത്രം കൂടി സമർപ്പിച്ചതോടെ വിഷയം കൂടുതൽ ഗൗരവമുള്ളതായി. അന്വേഷണവും ചർച്ചകളും ഇപ്പോഴും നടക്കുന്നത് പാർട്ടിയെ സാരമായി ബാധിക്കുന്നുണ്ട്. മുൻ മന്ത്രിയും ഇടതുമുന്നണി കൺവീനറുമായിരുന്ന EP ജയരാജൻ്റെ മക്കളായ ജെയ്സൺ രാജനും ജിജിത് രാജനുമെതിരെ ഒന്നിലധികം ആരോപണങ്ങളാണ് ഉയർന്നത്. സ്വർണ്ണക്കടത്ത് കേസ് പ്രതി സ്വപ്ന സുരേഷുമായുള്ള ബന്ധം, ലൈഫ് മിഷൻ അഴിമതിയിലെ പങ്ക് എന്നിവ ജെയ്സണുമായി കൂട്ടിച്ചേർത്ത് ആരോപണങ്ങളായപ്പോൾ EP ജയരാജൻ BJP ചർച്ചകൾക്ക് ഇടനിലക്കാരനായത് മകൻ ജിജിത്ത് എന്നായിരുന്നു പ്രതിപക്ഷ പ്രചാരണം. BJP നേതാവ് ശോഭാ സുരേന്ദ്രനും ഇതേ ആരോപണം ഉയർത്തിയിരുന്നു. ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് വ്യവസായ മന്ത്രിയായിരുന്ന EP ജയരാജന് മന്ത്രിസ്ഥാനം നഷ്ടമായതും ഒരു ബന്ധു നിയമന വിവാദത്തിലായിരുന്നു. PK ശ്രീമതിയുടെ മകനായ സുധീർ നമ്പ്യാരെ പൊതുമേഖലാ സ്ഥാപനത്തിൻ്റെ MD-ആയി നിയമിച്ചതായിരുന്നു ഏറെ വിവാദമായത്. ഏറെ ചർച്ചകൾക്ക് ശേഷമാണ് EP ജയരാജൻ രാജിവെച്ചത്. സംസ്ഥാന കമ്മിറ്റി അംഗവും മുതിർന്ന നേതാവുമായ EP ജയരാജൻ്റെ മകൻ ജെയിൻ രാജന് സ്വർണം പൊട്ടിക്കൽ സംഘവുമായി ബന്ധമുണ്ടെന്നായിരുന്നു പാർട്ടിക്ക് അകത്തു നിന്ന് തന്നെ ആരോപണം ഉയർന്നത്. കള്ളക്കടത്ത് പണം ഉപയോഗിച്ച് കൂറ്റൻ വീട് നിർമ്മിച്ചെന്ന ആരോപണമായി യൂത്ത് കോൺഗ്രസും രംഗത്തെത്തിയിരുന്നു. കോടിയേരി ബാലകൃഷ്ണൻ്റെ മക്കളും CPM-ന് സൃഷ്ടിച്ച തലവേദന ചെറുതല്ല. മികച്ച നേതാവായിരുന്ന കോടിയേരി ബാലകൃഷ്ണൻ്റെ പ്രതിച്ഛായ തന്നെ പ്രതികൂലമായി ബാധിച്ചതായിരുന്നു മക്കളായ ബിനോയ്ക്കും വിനേഷിനുമെതിരെ ഉയർന്ന കേസുകൾ. ബിനോയ്ക്കെതിരെ ദുബായിലെ സാമ്പത്തിക തട്ടിപ്പ് കേസും പീഡന പരാതിയും ഉയർന്നപ്പോൾ ബിനീഷ് മയക്കുമരുന്ന് കേസുമായി ബന്ധപ്പെട്ട സാമ്പത്തിക ഇടപാടുകളിലാണ് പ്രതിയായത്. ഇപ്പോൾ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ്റെ മകൻ ശ്യാംജിത്തിന് അവതാരങ്ങളുമായി ബന്ധമുണ്ടെന്ന് ചൂണ്ടിക്കാട്ടി തലശ്ശേരി സ്വദേശി ഷർഷാദ് പോളിറ്റ് ബ്യൂറോയ്ക്ക് നൽകിയ പരാതിയാണ് വീണ്ടും പാർട്ടിയെ മക്കൾ വിവാദത്തിലേക്ക് കൊണ്ടുചെന്ന് എത്തിക്കുന്നത്. അത് കത്തിൽ നിയമപോരാട്ടം തുടരുമെന്ന് MV ഗോവിന്ദൻ മാഷ് പറയുമ്പോഴും ഇത് CPM-നെയും MV ഗോവിന്ദൻ മാഷിനെ ഏൽപ്പിച്ച ആഘാതം ചെറുതല്ല എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. പ്രത്യേകിച്ച് UDF-ന് ഇതൊരായുധമായി മാറിയിരിക്കുന്നു ഇത്തരത്തിൽ ഉള്ള ഈ മക്കൾ പ്രശ്നങ്ങൾ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ജയരാജന്മാരും അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട് പലരും പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല. EP ജയരാജനും പ്രതികരിച്ചിട്ടില്ല. അതേസമയം P ജയരാജൻ ഇതിനെ
വളരെ പുച്ഛിച്ച് തള്ളുന്ന ഒരു സാഹചര്യം ഉണ്ടായി. MP രാജേഷും പറഞ്ഞു ഇതൊക്കെ മാധ്യമങ്ങൾ ചുമ്മാ അത് ഇത് ഉണ്ടാക്കുന്ന അസംബന്ധം ഉണ്ടാക്കുന്നതാണെന്നുള്ള രീതിയിലാണ് MP രാജേഷ് അടക്കമുള്ളവർ പറഞ്ഞത്. വിജയരാഘവനും ഇതിനെക്കുറിച്ച് വളരെ ഇതായി മാധ്യമങ്ങൾക്കെതിരെയുള്ള നിലപാടാണ് പറഞ്ഞത്. അതോടൊപ്പം തന്നെ ധവളെ ഈ വിഷയത്തിൽ പ്രതികരിച്ചിട്ടില്ല, മുഖ്യമന്ത്രി പ്രതികരിച്ചിട്ടില്ല. ഏതായാലും CPM-നെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ തെരഞ്ഞെടുപ്പ് വരുന്നു, ഇനി അടുത്ത വർഷം നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുന്നു. സ്വാഭാവികമായും പാർട്ടിക്കുള്ളിൽ ഇത്തരത്തിൽ വ്യവസായികളുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ പണപ്പിരിവ് നടന്നിട്ടുണ്ടെന്നൊക്കെ ഉള്ള കാര്യങ്ങൾ ഒരു അവമതിപ്പുണ്ടാക്കാൻ കാരണമാകത്തില്ലേ? അല്ല, CPM-നെ സംബന്ധിച്ചിടത്തോളം CPM എന്ന് പറയുന്ന ഒരു കേഡർ പാർട്ടിക്ക് ഒരു സ്വഭാവമുണ്ട്. ഇപ്പം പല നേതാക്കളും പ്രതികരിക്കുന്നില്ല എന്ന് പറയുന്നുണ്ടല്ലോ. അത് കൃത്യമായിട്ട് CPM-ന്റെ അകത്തുള്ള നിർദ്ദേശമാണ്. ആരും അതിൽ അഭിപ്രായം പറയേണ്ടതില്ല എന്നുള്ളത്. ആരെങ്കിലും അഭിപ്രായം പറയണമെങ്കിൽ ആ ഒരു വ്യക്തിയെ കൃത്യമായിട്ട് ചുമതലപ്പെടുത്തിയിട്ടുണ്ടാവും. പിന്നെ പോളിറ്റ് ബ്യൂറോയ്ക്കകത്തുള്ള കത്ത് ചോർന്നു എന്നുള്ളതിന് സംസ്ഥാന സെക്രട്ടറി ആയിട്ടുള്ള പോളിറ്റ് ബ്യൂറോയ്ക്ക് കൊടുത്ത കത്താണല്ലോ ചോർന്നു എന്ന് പറയുന്നത്. അതിൽ സംസ്ഥാന സെക്രട്ടറി ആയിട്ടുള്ള MP ഗോവിന്ദൻ പ്രതികരിക്കേണ്ട കാര്യമില്ല. MP ഗോവിന്ദൻ അതിൽ പ്രതികരിക്കുകയില്ല. അതിൽ CPM-നെ സംബന്ധിച്ചിടത്തോളം അതിന് ജനറൽ സെക്രട്ടറിയാണ് അതിൽ കൃത്യമായിട്ട്. അതാണ് മറ്റേ പ്രകാശ് കാരാട്ടിൻ്റെ അടുത്ത് മാധ്യമങ്ങൾ ചോദിച്ചപ്പോൾ പ്രകാശ് കാരാട്ട് പറഞ്ഞത് MA ബേബിയോട് ചോദിക്കുക എന്ന് പറഞ്ഞത്. കാരണം അവരുടെ CPM-ന്റെ ഒരു സംഘടനാ ചട്ടക്കൂട് അങ്ങനെയാണ്. MA ബേബിയാണ് അതിൽ ഔദ്യോഗികമായിട്ട് എന്താണ് അതിൽ പറയേണ്ടത് അത് പറയുക. അത് അവരുടെ പോളിറ്റ് ബ്യൂറോയും സെൻട്രൽ കമ്മിറ്റിയും ചേർന്ന് തീരുമാനമെടുക്കും. ഈ വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് മാധ്യമങ്ങളോട് സംസാരിക്കേണ്ടതുണ്ടെങ്കിൽ ഏത് രീതിയിലാണ് മാധ്യമങ്ങളുമായിട്ട് ചർച്ച ചെയ്യേണ്ടത്. ഇനി ഇതേ വിഷയം തന്നെ മാധ്യമങ്ങൾ ചർച്ചയ്ക്ക് 1 മണിക്കൂർ നീളുന്ന ചർച്ചയ്ക്ക് വിളിക്കുമ്പോൾ നമ്മൾ പ്രതിനിധികളെ അയക്കേണ്ടതുണ്ടോ? അയക്കേണ്ടതില്ലെങ്കിൽ ഇല്ല. വിളിക്കുമ്പോൾ AK സെൻറ്റർ എന്ന് പറയും ഞങ്ങൾ പ്രതിനിധികളെ അയക്കുന്നില്ല, ഈ വിഷയത്തിൽ ഞങ്ങൾക്ക് സംസാരിക്കാനില്ല എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒഴിവാക്കുകയാണ് ചെയ്യുക. അത് തന്നെയാണ് ഇവിടെ സംബന്ധിച്ചത്. ഇപ്പം മക്കൾ വിഭാഗത്തിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ശ്യാംജിത്തിന് അതിനകത്തേക്ക് വന്നിട്ടുണ്ട്. അതോടുകൂടിയാണ് MP ഗോവിന്ദനും അതൊരു പ്രതിരോധമായ. ബാക്കി എല്ലാ മക്കളെക്കുറിച്ചും ഇതിനു മുമ്പ് പല വാർത്തകളും ഇതും വന്നിട്ടുള്ളതാണ്. പക്ഷേ ഈ MP ഗോവിന്ദൻ്റെ മകനെക്കുറിച്ചുള്ള വിഷയം ഇതുവരെ ചർച്ചയ്ക്ക് വന്നിട്ടില്ല CPM-നകത്ത്. മറ്റ് ബിനീഷ് ആയിക്കോട്ടെ, ബിനോയ് ആയിക്കോട്ടെ, ഇപ്പോൾ വീണ വിജയൻ ആയിക്കോട്ടെ, ഈ പറഞ്ഞതുപോലെ ജെയിൻ ആയിക്കോട്ടെ, ഇവരൊക്കെ മക്കളെക്കുറിച്ച് ചർച്ചകൾ വന്നിട്ടുള്ളതാണ്. അവരെല്ലാം തന്നെ CPM എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടിക്ക് പല ഘട്ടങ്ങളിലായിട്ട് തലവേദന ഉണ്ടാക്കിയിട്ടുണ്ട് അവരുടെ പ്രവർത്തനങ്ങളെല്ലാം തന്നെ. പക്ഷേ ഇതിന് CPM നൽകുന്ന വിശദീകരണം അല്ലെങ്കിൽ CPM-ന്റെ നേതാക്കൾ പറയുന്നത്, അതായത് CPM എന്ന രാഷ്ട്രീയ പാർട്ടിയുടെ നേതാക്കളെ ലക്ഷ്യമിടുന്നതിന് പകരം അവരുടെ മക്കൾ വഴി നേതാക്കളെ തളർത്താനുള്ള ഒരു ശ്രമം ഏതൊരു പാർട്ടിക്കാരെ നടത്തുന്നതാണ് എന്നാണ് പറയുന്നത്. ഇപ്പോൾ ബിനീഷിൻ്റെ കാര്യം എടുക്കുകയാണെങ്കിൽ തന്നെ ബിനീഷ് കർണാടകയിലെ ജയിലിൽ കിടന്നിരുന്നു ഏകദേശം 1 വർഷത്തോളം. പക്ഷേ അവസാനം ബിനീഷിനെതിരെ തെളിവില്ല എന്ന് പറഞ്ഞിട്ട് വിടുകയാണ് ചെയ്തത്. അപ്പം അതുകൊണ്ടാണ് ബിനീഷ് ഇപ്പോൾ പറയുന്നത്, എൻ്റെ 1 വർഷം കളഞ്ഞവരാണ് നിങ്ങൾ, എൻ്റെ പേരിൽ യാതൊരു വിധത്തിലുള്ള കുറ്റങ്ങളും ചുമത്താൻ മാത്രമുള്ള തെളിവുകളില്ലാത്ത ഘട്ടത്തിൽ പോലും നിങ്ങൾ എന്നെ കള്ളക്കേസ് ചുമത്തി അകത്ത് കിടത്തിയ ആളുകളാണ് എന്ന് പറഞ്ഞത്. അപ്പോൾ പല ഘട്ടങ്ങളിൽ CPM-ന്റെ നേതാക്കന്മാരെ ടാർഗറ്റ് ചെയ്യുന്നതിന് വേണ്ടിയാണ് മക്കളെ അവർ ഉപയോഗിക്കുന്നത് എന്നാണ് CPM ഇതിനെ പ്രതിരോധിക്കുന്നത്. ഇനിയിപ്പോൾ ഈ കേസിലും ഇപ്പോൾ വക്കീൽ നോട്ടീസ് അയച്ചിട്ടുണ്ട്. ഇനി അതിനെന്താണ് മറുപടി കൊടുക്കുന്നത് അറിയാം. 3 ദിവസം സമയമാണ് കൊടുത്തിരിക്കുന്നത്. വക്കീൽ നോട്ടീസിന് കൊടുക്കുന്ന മറുപടിക്കനുസരിച്ച് ബാക്കിയുള്ള പ്രതികരണങ്ങൾ എന്തായാലും ഇതിൽ MP ഗോവിന്ദൻ്റെ പ്രതികരണം വരും. കാരണം വക്കീൽ നോട്ടീസ് അയക്കുകയും അതിന് മറുപടിയും വന്ന സ്ഥിതിക്ക് എന്തായാലും സംസ്ഥാന സെക്രട്ടറി അതിൽ പ്രതികരണം നടത്തേണ്ടി വരും.